ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആവശ്യം. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം നടന്നു. ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU അജാനൂർ ഡിവിഷൻ സമ്മേളനം പ്രമോദ് ഇട്ടമൽ, രഘു പള്ളത്തിങ്കാൽ, രാധാകൃഷ്ണൻ തുളിച്ചേരി എന്നിവരുടെ സ്മരണാർത്ഥം തയ്യാറാക്കിയ നഗർ അടോട്ട് AKG ഭവനിൽ വെച്ച് നടന്നു. വെള്ളിക്കോത്ത് ജംഗ്ഷനിൽ ഡിവിഷൻ പ്രസിഡന്റ് PR രാജുവിന്റെ അധ്യക്ഷതയിൽ പതാക ഉയർത്തിയതോടുകൂടി സമ്മേളന നടപടികൾക്ക് തുടക്കമായി. ഓട്ടോ തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PA റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികൾ എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരുന്ന തൊഴിലാളികളെ പെരുവഴിയിലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 5-6 മാസക്കാലം മുമ്പേ തന്നെ 25 കോടിയിൽ പരം വരുന്ന തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ദേശീയ പണിമുടക്ക് നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ ഫെബ്രുവരി 12-ാം തീയതി വീണ്ടും പണിമുടക്ക് വരാനിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പണിമുടക്കിലേക്ക് നമുക്ക് പോകേണ്ടി വരുന്നത്? കാലാകാലങ്ങളിൽ നമ്മൾ ആവശ്യപ്പെടുന്നത് അനുവദിച്ചു തരുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ വിവിധ സമരങ്ങളിലൂടെ പ്രക്ഷോഭ പരിപാടികളിലൂടെ നേടിയെടുത്ത ഓരോ അവകാശങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നിയമങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയാണ്. അവിടെയാ പ്രശ്നം. കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിച്ച ലേബർ കോഡുകൾ പിൻവലിക്കുക, കേന്ദ്ര തൊഴിലാളി വിരുദ്ധ നയങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 12 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. ചാമുണ്ടിക്കുന്ന് ചാലിങ്കാൽ റോഡ് മെക്കാഡം ടാർ ചെയ്ത് എത്രയും പെട്ടെന്ന് യാത്ര സുഗമമാക്കുക, ദേശീയപാത റോഡ് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, മാണിക്കോത്ത് റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ച് ജനങ്ങളുടെ ദുരിതം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു. ഏരിയ സെക്രട്ടറി P രാഘവൻ, ഏരിയ കമ്മിറ്റി അംഗം സരസൻ പെരളം, കരുണാകരൻ ചാമുണ്ടിക്കുന്ന് എന്നിവർ സംസാരിച്ചു. ഹരീഷ് ആനവാതുക്കൽ രക്തസാക്ഷി പ്രമേയവും പ്രജിത് മാണിക്കോത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഡിവിഷൻ സെക്രട്ടറി ഉണ്ണി പാലത്തിങ്കാൽ സ്വാഗതവും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. വരവ് ചിലവ് കണക്കുകൾ ട്രഷറർ രാജീവൻ കന്നിക്കുളങ്ങര അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി PR രാജുവിനെയും വൈസ് പ്രസിഡന്റായി ഷാജി നോർത്തിനെയും സെക്രട്ടറിയായി ഉണ്ണി പാലത്തിങ്കാലിനെയും ജോയിന്റ് സെക്രട്ടറിയായി ഹരീഷ് പെരളത്തെയും ഖജാൻജിയായി രാജീവൻ കണ്ണിക്കുളങ്ങരയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.